തകഴി കൃഷ്ണപിള്ളച്ചേട്ടന്റെ കൊഞ്ചു വായിച്ചിട്ടുണ്ടോ? തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ. ഞാൻ പിന്നെ ആകോലി അനുസരിച്ചാ പറഞ്ഞ് കൊഞ്ചും ചെമ്മീനും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു. അപ്പൊ കൃഷ്ണപിള്ള ശിവശങ്കരപ്പിള്ളയോ? എല്ലാം ഒന്ന് തന്നെ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. എങ്ങനെയുണ്ട്? ആര് പറഞ്ഞു കേൾക്കാൻ? ഞാന് എന്തേ അന്നോടാര് പറയുന്നത് മുറി കയറാൻ? കുറെ നാളായി ആ മുറിയിൽ ഇതിങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കാനിട്ട്. എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് ഇടിച്ച് കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാനൊന്നും പറയാതെ കേട്ടോ. ഊരെ ഞാൻ എടുത്തോട്ടെ? വേണ്ട. അത് പോട്ടെ, ദുബായിന്ന് കാമുകന്റെ കത്തൊന്നും വന്നില്ലേ? ദുബായിന്ന് കാമുകന്റെ കത്ത് വന്നില്ല. എനിക്ക് തരത്തില്ലല്ലോ. തരത്തില്ല ഫിഫി, എന്റെ ആകെ സമ്പാദ്യമാണ്. മോളെ പോയിക്കോ, ഇതൊക്കെ ഞാൻ ശരിയാക്കി വന്നു. അല്ല, ഇപ്പൊ എത്ര വയസ്സായി? എന്തിനാ? ഒരു 50 വയസ്സ് കൂട്ടിക്കോളി. അപ്പോ ഇനി ഒരു 10 കൊല്ലം കൂടി ഉള്ളൂല്ലേ? മലബായി തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചോളാം. എന്നിട്ട് മണ്ണിടാട്ടാ കിമോണക്കാരൻ. ഹലോ, അതെ എന്താടോ? ഇല്ലല്ലോ, അവൻ മിനിഞ്ഞാന്നൊന്ന് വന്നിട്ട് പോയതാ. എന്താ കാര്യം? ആ, വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ കുടുങ്ങിപ്പോയിരിക്കും. അവനങ്ങ് വരും. ഞാൻ പതയുള്ളൊക്കെ കഴിച്ചോണ്ടിരിക്കുക. 3 കഴിഞ്ഞു. ഓ, അത് വല്ല റൊട്ടി കഷ്ണവും കടിച്ചു തീർത്തിട്ട് ഞാൻ കിടക്കും. ഓക്കെ, അവനങ്ങ് വരും കേട്ടോ. ഗുഡ് നൈറ്റ്. ദേവട്ട, ഇന്നലെ നീ എവിടെ ആയിരുന്നു? എന്തേ വരവൊക്കെ ആയിട്ട്? ദേവട്ട, ഒരാളൂടെ ഉണ്ട്. ആര്? ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ദേവട്ട. അണ്ണനെ പോയി കണ്ടോ? കരയാ, ഏതായാലും കഴിഞ്ഞില്ലേ? അവനെ പോയി കാണണം. കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. ഞാനും വരാം. എന്താ ഡിറ്റോ? അങ്ങനെയാ ദേവട്ട. എന്താ ദേവട്ട? വാ പറയട്ടെ. मांगल्यं तन्तुना नेन मम जीवन हेतुना कंडे भद्रामि सुभगे त्वं जीव शरदः शतम्. அந்த காஞ்சிபுரம் சேலை சுட்டி நல்லாலா நல்லாலா நல்லாலா
കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നോ. താൻ എന്റെ രക്ഷകർത്താവ് ചമയൊന്നും വേണ്ട. എന്റെ ഇല്ലായ്മ കൊണ്ട് കുറെ രൂപ ഞാൻ മേടിച്ചു പോയി. അതങ്ങ് തിരികെ തരികയും ചെയ്യും. യു ആർ എ പേയിങ് ഗസ്റ്റ്, നോട്ട് എ പേയിങ് ഗാർഡിയൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞല്ലോ. തനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ പെങ്ങള്. ഈ എന്റെ പെങ്ങള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി. വിഷം കുടിച്ച് മരിച്ച രണ്ട് ആത്മാക്കൾ ഇവിടെ കിടന്ന് അലയുന്നുണ്ട്. എനിക്ക് അവരോട് ഉത്തരം പറയണം. അറിയാമോ എനിക്ക്? അമ്മ എപ്പോഴും പറയായിരുന്നു, ഒന്നും പഠിച്ച് മിടുക്കനായി ദേഹം മുഴുവൻ പൊന്നിട്ട് അവളുടെ കല്യാണം നടത്തുമെന്ന്. ഇപ്പൊ എന്തായി? അവരുടെ മുമ്പിൽ ഞാനൊരു കോപ്പനായില്ലേ? നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് തെറ്റാ. ഇവൻ എന്നോടും നീ നിന്റെ ചേട്ടനോടും. ഇവൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് നീ നിന്റെ ചേട്ടനോട് ചെയ്തത്. ഞാൻ ഇവന്റെ അച്ഛനാ. ഇതൊരു കുട്ടിത്തമായി കണ്ട് ക്ഷമിക്കാൻ എന്റെ പ്രായത്തിന് കഴിയും. രാമസ്വാമിക്ക് ഇവന്റെ പ്രായമേ ഉള്ളൂ. അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്രയും നാളും അവൻ നിനക്ക് തന്ന സ്നേഹമാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള പ്രായമായിട്ടില്ല അവന്. അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. കരയാനല്ല അങ്കിളിത് പറഞ്ഞത്. കരയാതെ മോളെ, ഇന്നു മുതൽ നീ എന്റെ മകന്റെ ഭാര്യ, എന്റെ മരുമകൾ. കരയാതെ. നാളെ ഞാൻ രാമസ്വാമിയെ കണ്ട് സംസാരിക്കാം. വളരെ നാളായി പുറം ലോകമൊക്കെ കണ്ടിട്ട്. അതിന്റെ പരിചയക്കുറവ് ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലും കാണും. അവളെ നിനക്ക് വന്നൊന്ന് കാണരുതോ? വഴക്ക് പറയാനാണെങ്കിലും വിരോധമില്ല. ഞങ്ങളെല്ലാം ഉണ്ടെങ്കിലും നീയല്ലേ അവളുടെ എല്ലാം. എന്താ വിസ്കിയോ ബ്രാൻഡ്? അങ്ങനെയൊന്നുമില്ല, എന്തായാലും വേണ്ട, നിറച്ചു വയ്ക്കി. എടോ, താൻ എല്ലാം കൂടെ വലിച്ചു വാരി കുടിച്ച് അൽബുൾസ് ഉണ്ടാക്കരുത്. അലമ്പുണ്ടാക്കരുത്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാകാൻ നോക്കണ എന്തിനാ? ഒഴിച്ചൂറാണ്ട് ആരെന്റെ പാപ്പ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മേജർ സാബ് പാർട്ടി ഉഗ്ര. കാര്യമായിട്ട് വിളിച്ചു വരുത്തി ഒരു നല്ല വിരുന്ന് തരണമെന്ന് വിചാരിച്ചതാ. ഷിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളയാം. ഞാൻ പ്രേമത്തിന് എതിരല്ല മേജർ. ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങിയാണ്. ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. പുറകിൽ ഒരു ജപ്പാൻ പൂവാലൻ. ഡയനോറ 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 പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് രണ്ട് പുകച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അവളെ കെട്ടിയാ പോരെ, എന്തിന് പാടുന്നു? ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു. അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം, അതായത് ലവ്. ഒന്ന് പോടാ പിള്ളേ. എക്സ്ക്യൂസ് മീ മേജർ. ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു. അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിലല്ല, പള്ളിയിൽ ചെല്ലുന്നു, കെട്ടുന്നു. പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു. കുറച്ചധികം നേരം വെറുതെ കളിക്കുന്നു. എന്തേ? ഗോവക്കാരുടെ ഒരു ഗെയിമാണല്ലോ ഫുട്ബോൾ. ജപ്പാന്റെ നാഷണൽ ഗെയിം. ഒന്ന് നിർത്തടോ. ഇനി താൻ ജപ്പാനെ പറ്റി പറഞ്ഞാൽ താൻ ജപ്പാനിലൊരു പെൺകുട്ടിയെ ഡയനോറ എന്ന് പറഞ്ഞ് കേറി പിടിച്ചത് ഞാൻ തന്റെ ഭാര്യയോട് പറയും. വാട്ട്? ഞാൻ പെൺകുട്ടിയെ കയറി പിടിച്ചോ? ഡോബർമാനെ. മേജർ സാർ കേട്ടതാണല്ലോ. മിണ്ടാതെ പിടിച്ച് കഴിച്ചോളൂ. ഈ ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ ടിറ്റോ. ടിറ്റോ, നീ മിടുക്കനാണ്. എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ ഒരു രജിസ്റ്റർ മാരേജ് കഴിക്കാൻ. പരന്തു, നീ മിടുക്കനാണ്. എന്താ ചിരിക്കുന്നേ? ആ രാമുണ്ടല്ലോ, അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്കിയിട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട്. ഇടിന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി. എങ്ങനെ ഇരിക്കുന്നറിയാമോ? അതിനു മുമ്പ് നീ അവനെ കണ്ട് പറഞ്ഞു ഒതുക്കണം. ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇടിക്കണോ? ബോറാവുന്നുണ്ട്, നിർത്തടോ. ഒന്ന് പോടാ. നിനക്കൊള്ളാൻ പറ്റും അവന്റെ ഇടി? വല്ലവായിക്കൊള്ളാൻ പറ്റും അവന്റെ ഇടി? ഇവനൊക്കെ കൊണ്ടാറുണ്ടല്ലോ. ദേവേട്ടൻ അവളെ കണ്ടിരുന്നു.
ഇല്ല, നീ അവിടെ ചെല്ലാതെ ഞാൻ പോയിട്ട് എന്താ കാര്യം? തനിക്കൊന്നും തോന്നരുത്. ഞാൻ ഇന്നലെ മുതൽ ഇങ്ങനെ ആലോചിക്കുക, കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാലോ എന്ന്. എന്താ ദേവേട്ട, ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണോ? പറഞ്ഞുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരുടെയും ദേവേട്ടനായി ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്തിയവനാ ഞാൻ. അതില്ലാതായപ്പോ ഓർമ്മകളോട് പോലും ഒരു മടുപ്പ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിടും. നിനക്ക് പോയി അവളെയും ടിറ്റോയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നൂടെ? ഞാൻ കൂട്ടിക്കൊണ്ടുവരാം ദേവേട്ട. പെട്ടെന്ന് വഴങ്ങാൻ മനസ്സിനൊരു മടി. ദേവേട്ടനെ വിടുമിട്ടെങ്ങും പോരുത്. എന്റെ പരാതി കേൾക്കാൻ എനിക്ക് ദേവേട്ട മാത്രമേ ഉള്ളൂ. എന്താ പൊതിയൊക്കെ? കുറച്ച് മട്ടൻ ഫ്രൈയും ചപ്പാത്തിയാണ് ദേവേട്ടന് രാത്രി കഴിക്കാൻ ക്യാൻറ്റീനിലെയാ. നല്ല അസല് മട്ടൺ ഫ്രൈ. ഞാൻ എടുത്തോളാം. ആരാ എന്റെ മരുമോളാണോ ഇന്ന് പാചകം? മരുമോളും ഫിഫിമോളും കൂടാ. ഇത്രയും നാള് ഫിഫിമോൾ അടുക്കള കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സാർ എവിടെ ആയിരുന്നു ഇതുവരെ? ഞാൻ ടിക്കറ്റ് കയറി ശരിയാക്കാൻ പോയതാ. ടിപ്പ് നോക്കിയാ ഡാഡി. ടിറ്റു, ഈ ചോറ് വെന്തില്ലല്ലോ. മിണ്ടായിരുന്നു കഴിച്ചേച്ചു പോടാ. ഇന്ന് ഇവിടെ അല്ല ഭരണം. അതിന്റെ കുറവ് കാണാനുണ്ട്. ഇതെന്താ ഇത്? സാമ്പാർ, അപ്പൊ രസമായിരിക്കും. ഇതെന്താ ഇനി? അവിയല്. ഈ ചാമ്പാർ ഉടയിലല്ല ഇറച്ചി മീനൊന്നുമില്ലേ? ഇന്നിവിടെ ഇറച്ചി മീനൊന്നുമില്ല. ഇന്ന് വേണിയുടെ പാചകമാണ്. ഈ അറിയാൻ വയ്യാത്ത പണിക്ക് എന്തിനാ പോകുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം കൂടെ ഒരു ചരുവത്തിലിട്ട് ഇളക്കി ഇങ്ങതാ, ഞാൻ വാരി കുടിച്ചോണ്ടങ്ങ് വാ. കൊഞ്ചച്ചാറുണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട. രാത്രിയിലും വരുമല്ലോ, ഓണാവുന്നോടാ. അല്ല, കൊഞ്ചച്ചാർ എടുക്കട്ടേന്ന്. മോളെ നീ ഇച്ചിരി അതിങ്ങെടുത്തോ. അമ്മാളേ അമ്മാളേ കരിമീൻ അമ്മാളേ 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 അമ്മാളേ. നിന്നെ ഞാനേ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുക. നീ ഷൈൻ ചെയ്യുന്നോ? ആലവലാതി. ഡാഡിയുടെയും ബെറ്റിയന്റെയും മുമ്പിൽ വെച്ച് നീ എന്നെ ആക്കുന്നു. അയ്യേ, നീ ഇത്ര ചീപ്പായിട്ട്. അതേടാ, നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചതും എന്റെ അണ്ണൻ വായ നോക്കി നടക്കുന്ന നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചതും പോരാ, സാമ്പാർ പോരെന്നോ? ആഹാ, അത് നിനക്ക് ഇനി നിനക്ക് ഇറച്ചിമീൻ വേണ്ടല്ലോ. ഇനി നീ ഷൈൻ ചെയ്യോ? ഷൈൻ ചെയ്യോ? നാളെ ഞാൻ പോവാ. നിന്റെ ജോലിക്കാരിയൊക്കെ ശരിയായോ? ശരി, ക്വാർട്ടേഴ്സ് ഒക്കെ കിട്ടുമെന്ന് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണിയെ. സാജനും അവിടെ തന്നെയല്ലേ? അവിടെ തന്നെയാ. പക്ഷെ അവൻ പോയിട്ട് യാതൊരു വിവരമില്ല. നീ വൈകിട്ട് കർക്കിടക ടൂറിസ്റ്റ് ഹോമിലേക്ക് വരൂ. എല്ലാരും ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോട്ടെ. ശരി. ടിറ്റോ ടിറ്റോ പോകുന്നതിന് മുമ്പ് അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം. ശരി. അതേതായാലും നന്നായി നീ അവനെ പോയി കണ്ടത്. അവൻ അത്രേ ഉള്ളൂ. എന്നിട്ട് സ്വാമി കുഴന്ത എന്ത് പറഞ്ഞു? ഞാൻ പോകുന്നതിന് മുമ്പ് വേണിയുടെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഞാൻ കെട്ടുകയും ചെയ്തു. പാവം. ഇനി നിനക്ക് ധൈര്യമായിട്ട് പോവാം. ബാക്കി ഞാൻ ഏറ്റു അണ്ണനെ പെങ്ങളെ ഒരുമിപ്പിക്കുന്ന കാര്യം. ഒന്ന് പോടോ പിള്ളേ. താൻ ജപ്പാനിലും പോയിട്ടില്ല, തന്റെ കർക്കിടകത്തിലോട്ട് കച്ചവടമില്ല. ഞാൻ ഗോവയിൽ പോയപ്പോ പോയില്ലോ. എന്താന്ന്? ചാപ്പാട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തോമേ. എല്ലാരും താഴെ വന്ന് കഴിക്കണം.
പ്ലേറ്റും ഗ്ലാസും പൊട്ടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കുന്നതാണ്. എല്ലാരും കേക്കി, താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക്. ഈ ടിറ്റോയും ദുബായി പോയാൽ താജന്റെ മാതിരി കത്ത് എഴുതാതിരിക്കരുത്. വിമാനം ഇറങ്ങിയാൽ ഉടൻ കത്തെഴുതണം. കത്തെഴുതാൻ വിവരമില്ലെങ്കിൽ അതിനുള്ള ഒരു പുസ്തകമുണ്ട്, അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം. പണ്ടത്തെ ഒരു സാഹിത്യകാരന്റെ പുസ്തകത്തിൽ പണ്ടത്തെ സാഹിത്യകാരന്റെ പുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ഒന്ന് പോടാ തെണ്ടിയുടെ മോനെ. ഇപ്പോഴാണ് ഫെലിക്സ് ആത്മാർത്ഥമായിട്ട് ഒരാളെ തെണ്ടിയുടെ മോനെ എന്ന് വിളിച്ചത്. ഒരച്ഛൻ മകൾക്ക് കത്തയക്കേ. നോ നോ നോ, മാമുക്ക പറഞ്ഞതിൽ കാര്യമുണ്ട്. സാധൻ പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ സിഫിക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല. ടിറ്റോ ചെന്നാലുടൻ അടുത്ത പ്ലെയിനിൽ അവനെ കയറ്റി ഇങ്ങോട്ട് അയക്കണം. ട്രെയിനിലല്ല എന്ന് ഞാൻ സാധനം കൊണ്ടുവരുന്നത്, കൊട്ടാരം പോലുള്ള ഒരു കപ്പലിൽ. ഞങ്ങളിത് അക്കരെ എത്തുന്നത്. നിങ്ങൾ എല്ലാരും കൂടി ഒരു പപ്പയ വാരിയിൽ കയറി അങ്ങ് എത്തണം. താലപ്പൊലിയും ബാൻഡ് മേളോ എല്ലാം വേണം. എന്നിട്ട് ഇവിടെ വെച്ച് ഇതേപോലൊരു സന്ധ്യക്ക് ടിറ്റിയുടെയും സാജന്റെയും കല്യാണം. അയ്യേ, എല്ലാരും നോക്കുന്നു വേണി. ടിഫി നോക്ക്, അവളെ അറിയുന്നുണ്ടോ? ആ, ഇത് നല്ല കൂത്ത്. ടേക്ക് ഇറ്റ് ഈസി യാർ. ഇത്തിരി കരഞ്ഞോട്ടവര്. ഇതൊക്കെ യാത്രയപ്പിന്റെ ഒരു ഭാഗമാണ്. എക്സാക്ട്ലി. ഞാൻ പോയി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യട്ടെ. അളി, ഞാൻ പോയാ നീ ഇവരെ എന്റർടൈൻ ചെയ്യണം. ഇവരെ ജോളിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ വിസയുടെ കാര്യം നീ ഏറ്റോണം. അതൊക്കെ ഞാൻ ഏറ്റു. ആ, സ്വാമി വരുന്നുണ്ടല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ നിനക്ക് വല്ലപ്പോഴൊക്കെ നീ വീട്ടിലോട്ട് പോകണം. Your attention please. This is the final call for the passengers boarding on Air India flight Hotel, yeah. AI930 to Dubai. You're requested to check in through immigration, security and customs. Thank you. എല്ലാം ക്ഷമിക്കണം. പോയിട്ടുണ്ടേ അളി, ഒന്നും മനസ്സിൽ വെക്കരുത് അളിയ.